നിങ്ങളൊരു പ്രവാസിയാണോ? നാട്ടിൽ വസ്തുവോ ഭൂമിയോ ഉള്ള പ്രവാസിയാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോ വെറുതെ കണ്ടതുകൊണ്ടോ ഏതെങ്കിലും പ്രവാസികൾക്ക് ഷെയർ ചെയ്തുകൊണ്ടോ മാത്രം കാര്യമായില്ല. മറിച്ച് ഈ വീഡിയോയുടെ അവസാനം പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വസ്തു വിൽക്കുന്ന സമയത്ത് മറ്റുള്ളവരെ അപേക്ഷിച്ച് ലക്ഷങ്ങൾ കൂടുതലായിട്ട് ടാക്സ് ആയിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം. ഞാനും എൻ്റെ നാട്ടിലുള്ള സുഹൃത്തും ഒരേ പ്ലോട്ടിൽ ഒരേപോലത്തെ 2 പ്രോപ്പർട്ടി വാങ്ങി. ഒരേ സമയത്താണ് വാങ്ങിയിട്ടുള്ളത്, ഒരേ വില കൊടുത്താണ് വാങ്ങിയിട്ടുള്ളത്. വിൽക്കുന്ന സമയത്തും അതിന് ഒരേ വില തന്നെയാണ്. ഞങ്ങൾ 2 പേരും ആ വസ്തു വിൽക്കുകയും ചെയ്യുന്നു. ഒരേ ദിവസം ഒരേ പ്ലോട്ടിൽ ഒരേപോലത്തെ ഭൂമി. ആ സമയത്ത് നാട്ടിലുള്ള സുഹൃത്ത് വിൽക്കുമ്പം അദ്ദേഹത്തിന് കൂടുതൽ ടാക്സ് ഒന്നും കൊടുക്കേണ്ടി വരുന്നില്ല. മറിച്ച് ഞാൻ അതുപോലെയുള്ള പ്രോപ്പർട്ടി വിൽക്കുന്ന സമയത്ത് ഞാൻ പ്രവാസി ആയതുകൊണ്ട് മാത്രം ലക്ഷങ്ങൾ കൂടുതൽ ടാക്സായി നൽകേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. ഇതെവിടുത്തെ ന്യായം? നമ്മൾ പ്രവാസികൾ എന്താ തവിട് കൊടുത്ത് വാങ്ങിയവരാണോ എന്നല്ലേ? ഈ വിഷയം ഹൈക്കോടതിക്ക് മുമ്പാകെ ഒരു റിട്ട് പരാതിയുമായി മുന്നോട്ട് പോകുന്ന ശ്രീജിത്ത് കുനിയിലാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. നമുക്ക് 2024 വരെ ഇൻഡെക്സേഷൻ എന്ന കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ പ്രോപ്പർട്ടിയുടെ വിൽപ്പന നടത്തുന്ന സമയത്ത് നമ്മൾ ഇൻകം ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്നത്. 2024 വരെ ഈ ഇൻഡെക്സേഷൻ്റെ ബെനിഫിറ്റ് റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റിനും എല്ലാവർക്കും ഉണ്ടായിരുന്നു. 2024 ഈ കോൺസെപ്റ്റ് ഇൻഡെക്സേഷൻ എന്നുള്ള കോൺസെപ്റ്റ് അബോളിഷ് ചെയ്ത് കഴിഞ്ഞു. അവർ പറഞ്ഞു 12.5%, 20% നിന്ന് 12.5% ടാക്സ് കുറച്ചു. പക്ഷേ ആ കുറച്ചതിന് സമയത്ത് ഒരുപാട് പ്രഷർ വന്ന സമയത്ത് അവർ ആ ബിൽ അമെൻഡ് ചെയ്തു. ആ ബിൽ അമെൻഡ് ചെയ്തിട്ട് അവർ പറഞ്ഞു പഴയ നിയമം 20% വിത്ത് ഇൻഡെക്സേഷൻ, 15% വിത്തൗട്ട് ഇൻഡെക്സേഷൻ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ടാക്സ് അടച്ചോളൂ എന്ന ഒരു ഓപ്ഷൻ കൊടുത്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതിൽ NRI മിസ്സായി. റെസിഡൻറ്റ് ഇൻഡിവിജ്വലിന് മാത്രമേ ഈ ബെനിഫിറ്റ് ഉള്ളൂ. അതായത് നമ്മൾ ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തത് 2024 വരെ ഒരു NRIയും റെസിഡൻറ്റിനെയും എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത്, 2024 ശേഷം ഇങ്ങനൊരു അമെൻമെൻറ്റ് വന്നു അതിലൊരു ബെനിഫിറ്റ് വരുമ്പം ആ ബെനിഫിറ്റ് NRIക്കും കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആർഗ്യുമെൻറ്റ്. ഫെബ്രുവരി 1 നമ്മുടെ ഈ ബഡ്ജറ്റ് വരുന്ന സമയത്ത് നോർമലി ബില്ല് വരും. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ചിലപ്പം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ പെടാതെ പോയതാവാം. നമ്മൾ ഒരുപാട് അസോസിയേഷൻ വഴി നമ്മൾ ഇതിനെ പ്രഷർ ചെയ്തിട്ട് ഫിനാൻസ് മിനിസ്റ്റർക്ക് നേരിട്ട് ലെറ്റർ അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരി 1 ബില്ല് വരുമ്പം ഓട്ടോമാറ്റിക്കലി അവരുടെ ഡിസ്കഷൻ നടക്കും. ആ ഡിസ്കഷൻ നടക്കുമ്പം NRIനെ റെപ്രസെൻറ്റ് ചെയ്തു ആരെങ്കിലും പാർലമെൻറ്റിൽ ഈ വിഷയം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ പെടുത്തിക്കഴിഞ്ഞാൽ നാളെ 2025 ശേഷം ഒരു പ്രോപ്പർട്ടി വിൽക്കുന്ന സമയത്ത് റെസിഡൻറ്റിന് എന്താണോ ബെനിഫിറ്റ് ഇന്ത്യയിലുള്ളത് ആ ബെനിഫിറ്റ് NRIക്കും വേണം എന്നുള്ളതാണ് നമ്മുടെ സബ്മിഷൻ. ഇന്ത്യയിൽ ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന സാധാരണ ഇന്ത്യക്കാർക്കെല്ലാം തന്നെ വസ്തു വിൽക്കുന്ന സമയത്ത് എന്തൊക്കെ ആനുകൂല്യം കിട്ടുന്നോ അത് പ്രവാസികൾക്കും കിട്ടണം എന്നുള്ളത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അതിന് ഒരു NRI എന്നുള്ളത് ഞാൻ എന്താ ചെയ്യാൻ പറ്റുക? NRI വ്യക്തിപരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫിനാൻസ് മിനിസ്റ്റർക്ക് ഒരു ലെറ്റർ അയക്കാം. ഇല്ലെങ്കിൽ ഏതെങ്കിലും അസോസിയേഷനെ റെപ്രസെൻറ്റ് ചെയ്ത അസോസിയേഷൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് അവർക്കും, കാരണം ഒരു അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു 200 NRIനെ റെപ്രസെൻറ്റ് ചെയ്ത ഒരു അസോസിയേഷൻ, അവർക്ക് നേരിട്ട് വേണമെങ്കിൽ ഫിനാൻസ് മിനിസ്റ്റർക്ക് നേരിട്ട് ലെറ്റർ അയക്കാം. ശ്രീജിത്ത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹൈക്കോടതിയിൽ ഇപ്പോൾ ഒരു റിട്ട് ഓൾറെഡി ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുപരിയായിക്കൊണ്ട് ലോ മേക്കേഴ്സാണ് തീരുമാനമെടുക്കേണ്ടത്. നമ്മളുടെ ഓരോ നാട്ടിലും ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും MP-മാരുണ്ട്, MLA-മാരുണ്ട്, നമുക്ക് കേന്ദ്രമന്ത്രിമാരുണ്ട്, സംസ്ഥാന മന്ത്രിമാരുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധയിൽ ഇത് പെടുത്തണം. അതോടൊപ്പം തന്നെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ്. നിർമ്മല സീതാരാമൻ്റെ ശ്രദ്ധയിലും നമ്മൾ ഓരോ പ്രവാസികളും ഇക്കാര്യം പെടുത്തണം. അതിന് വേണ്ടിയിട്ടുള്ള ഇമെയിൽ ID ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ ഞാനത് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി വായിക്കാം. appointment.fm@gov.in. ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ ഒരു ഇമെയിൽ ID ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇമെയിൽ IDയിലൂടെ തന്നെ നാട്ടിലുള്ള ആളുകൾക്ക് അവർ വസ്തു വിൽക്കുന്ന സമയത്ത് എന്തൊക്കെ ആനുകൂല്യം കിട്ടുമോ അത് പ്രവാസികൾക്കും കിട്ടണം. നമ്മൾ പ്രവാസികളിൽ നിന്ന് വസ്തു വിൽക്കുന്ന സമയത്ത് ലക്ഷങ്ങൾ ടാക്സ് ആയിട്ട് വാങ്ങുന്ന ഇപ്പോഴത്തെ സംവിധാനം നിർത്തണം എന്നുള്ളതാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി നിങ്ങൾക്ക് പോസ്റ്റ് വഴി ഈ ഒരു നിവേദനം കേന്ദ്ര ധനമന്ത്രി അറിയിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതിനുള്ള അഡ്രസ്സ് കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്. റൂം നമ്പർ 134 നോർത്ത് ബ്ലോക്ക്, ന്യൂഡൽഹി 11001 എന്നുള്ള അഡ്രസ്സിൽ പോസ്റ്റലായിട്ടും നമുക്ക് അയക്കാൻ സാധിക്കും. ഇതിന് എന്ത് കാര്യമാണ് ഈ ഒരു നിങ്ങൾ അയക്കേണ്ട അപേക്ഷയിൽ ഉണ്ടാകുന്നുള്ളത് ആ ഒരു ഡ്രാഫ്റ്റും ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഫെബ്രുവരി 1 മുമ്പായിക്കൊണ്ട് എത്രയും കൂടുതൽ പേര്, നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ പോലെ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എങ്കിൽ നമ്മൾ പ്രവാസികളെല്ലാം ചേർന്ന് ഒരൊറക്കെ ഒച്ചത്തിലൊന്ന് കരഞ്ഞു നോക്കുക. കാരണം
പണമുള്ള പ്രവാസികൾ 1 കോടിയുടെയും 2 കോടിയുടെയും 5 കോടിയുടെയൊക്കെ വസ്തു വിൽക്കുന്ന സമയത്ത് എത്രമാത്രം എമൗണ്ട് ആണ് അറിയാതെ 2024 തൊട്ടിട്ട് ബജറ്റ് വന്നതിന് ശേഷം മാത്രം നമ്മുടെ തലയിൽ വന്ന് വീഴുന്നിട്ടുള്ള ഒരു ടാക്സ് ആണ്. എത്രയും പെട്ടെന്ന് അത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അത് സ്ഥിരമായിട്ട് നമ്മളുടെ വരും തലമുറ പോലും പ്രവാസികളുടെ ടാക്സ് അടക്കേണ്ടി വരും. ഇത് ഏതെങ്കിലും ഗവൺമെന്റിനെതിരെയുള്ള ഒരു മൂവ്മെന്റോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയമായിട്ട് പൊളിറ്റിക്കലായിട്ടോ ഒന്നുമില്ല. നമ്മൾ പ്രവാസികൾ, നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ്. നമ്മളുടെ റൈറ്റ് നമ്മൾ കരഞ്ഞ് ചോദിക്കുന്നു എന്ന് മാത്രം. താങ്ക് യു.